ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഞങ്ങളെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങളെ കല്യാണത്തിൻ്റെ ടൈമിൽ നടന്ന് വളരെ ഒരു രസകരമായിട്ടുള്ള സംഭവം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ്. ഞങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഞങ്ങൾ ആദ്യ റീല്, അതായത് അവളെ വീട്ടിലെ ഫംഗ്ഷൻ, അതായത് കല്യാണത്തിൻ്റെ തലേന്ന് അവളെ വീട്ടിലെ ഫംഗ്ഷന് ഞാനൊരു സർപ്രൈസ് എൻട്രി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പിന്നിൽ കുറച്ച് സംഭവവികാസങ്ങളും അത് പോണ വഴിക്കുണ്ടായ കാര്യങ്ങളൊക്കെ കുറച്ച് രസകരമായി തോന്നി. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. കാണാം. അപ്പൊ എന്നാ പോവല്ലേ? പോവാ. നമുക്ക് പോയി പൊളിക്കണ്ട. അജ്മല അവളായിട്ട് ഡാൻസ് ചെയ്യോ? കാത്തിരിപ്പിന് വിരാമം കുറിക്കാൻ ഞങ്ങൾ പോകുന്നു അങ്ങ് കൊല്ലത്തേക്ക്. ഈ സർപ്രൈസ് വിസിറ്റ് എന്നുള്ളത് സത്യം പറഞ്ഞാൽ എൻ്റെ പ്ലാനല്ല. എൻ്റെ ലിസ്റ്റിൽ പോയിട്ട് എൻ്റെ ആലോചനയിൽ പോലും ഇല്ലാത്തൊരു സംഭവമായിരുന്നു ഈ സർപ്രൈസ് വിസിറ്റ് എന്ന് പറഞ്ഞത്. കാരണം എൻ്റെ വീടും അവളെ വീടും തമ്മിൽ ഏകദേശം 255 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. ഏകദേശം ഒരു 6 to 7 മണിക്കൂറോളം യാത്രയുണ്ട്. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ അവളുപ്പനായിട്ട് ഭയങ്കര കമ്പനിയാണ്. ഞാൻ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും ഞാൻ പറയാറുണ്ട്, അവളെ ഉപ്പ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിക്കണ ഇടയിൽ ഉപ്പ ഇങ്ങനെ പറഞ്ഞു, എടാ നിനക്ക് തലേന്ന് സർപ്രൈസ് ആയിട്ട് വരാൻ പറ്റുമോ? വേറെ ആരും അറിയണ്ട, നിൻ്റെ വീട്ടുകാരും അറിയണ്ട, ഞാനല്ലാതെ ഇവിടെ വേറെ ആരും അറിയണ്ട, നിനക്ക് വരാൻ പറ്റുമെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു അത് പോസിബിൾ ആവുമോ? അപ്പോൾ ഉപ്പ എന്നോട് പറഞ്ഞു, നീ നോക്ക്, നീ ആലോചിച്ചിട്ട് പറയുമെന്ന് പറഞ്ഞു. എല്ലാവരും വരും, എല്ലാവരും നല്ല സന്തോഷത്തിലും പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മോൻ കൂടി വന്നു കഴിഞ്ഞാൽ ഒന്നും കൂടി ഉഷാറാവുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ശരിക്ക് ഈ ഒരു പ്ലാന് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, ഞാനൊന്ന് നോക്കട്ടെ, കാരണം ഇത്രയും ലോങ് വരാനുള്ളതല്ലേ. നമ്മൾ ഓൾറെഡി വണ്ടി കാര്യങ്ങളെല്ലാം ബുക്ക് ചെയ്തു, എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചേക്കായിരുന്നു. അപ്പോൾ ഓക്കെ, ഞാൻ പ്ലാൻ ചെയ്ത് അറിയിക്കാമെന്ന് പറഞ്ഞു. നമ്മള് എന്റെ പെണ്ണിനെ കൂട്ടാൻ പോവാടാ. എന്റെ പെണ്ണിനെ കൂട്ടാൻ പോവാ. നമ്മളെടുക്കാൻ പോണ് സൽമാന്റെ പൊണ്ടാട്ടിനെ വിളിക്കണം. എന്റെ പൊണ്ടാട്ടി നമ്മള് കേരളക്കരയ്ക്ക് കൊണ്ടുവരില്ലേ? കേരളക്കര. അപ്പോൾ ബംഗാളിലാണ്. കൊല്ലം ഫ്യൂരിയിൽ നിന്ന് മലബാറിന്റെ മണ്ണിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ കുറേ ആലോചിച്ചു, കുറേ ഡിസ്കസ് ചെയ്തിട്ട് പ്ലാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ വീട്ടിലുള്ള ആൾക്കാരെല്ലാവരും, അതായത് ഏകദേശം ഒരു ബസ്സിലുള്ള ആൾക്കാരും പിന്നെ അനിയൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ആയിട്ട് രാത്രി ഒരു 12 മണിയാകുമ്പോൾ 1 മണിയാകുമ്പോഴത്തേന് വീട്ടിൽ നിന്ന് ഇറങ്ങും. അവിടെ ഒരു 7 മണി 8 മണിയാകുമ്പോൾ എത്തും. അങ്ങനത്തെ രൂപത്തിലായിരുന്നു പ്ലാന്. ഞങ്ങളും അവരെ കൂടെ വേറെ ആളുടെ പ്ലാൻ തന്നെയായിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട്സ് ആയിട്ട് 2 പേരാണ് അന്ന് എൻ്റെ കൂടെ വന്നത്. ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാം കല്യാണത്തിന് അവിടെ എത്തി. അന്ന് എൻ്റെ കൂടെ സർപ്രൈസ് കൊടുക്കാനും വേണ്ടി വന്നത് നസീഫും ഷമീമുമാണ്. അപ്പോൾ ഞാൻ അവരെ സെറ്റാക്കി. ഞങ്ങൾ പോയത് ഹ്യൂണ്ടായി വെന്യൂ കാറിലാണ്. പ്രത്യേകം നോട്ട് ചെയ്യുക, അതിലൊരു കാര്യമുണ്ട്. സംഭവം ഇത് ഞാൻ അവളെ അറിയിച്ചിട്ടേ ഇല്ല. ഇത് ആകെ ഒന്ന് അവളുടെ ഉപ്പാക്ക്, പിന്നെ ക്യാമറാമാൻ എന്ന് പറഞ്ഞാൽ അജുപ്പാൻ, അവരെ സെറ്റാക്കി കൊടുത്ത ഞാൻ തന്നെയാണ്. നമ്മളെ മലപ്പുറത്തുള്ള ക്യാമറാമാൻ തന്നെയാണ്. അപ്പോൾ നമ്മളെ നിക്കാഹിനും അവൻ തന്നെയാണ് ഫോട്ടോഷൂട്ട് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ കല്യാണത്തിനും അവൻ തന്നെ മതിയെന്ന് തീരുമാനിച്ചു. അപ്പോൾ അവനക്കും പിന്നെ അവളുപ്പാക്കും പിന്നെ ഞങ്ങൾക്ക് മാത്രമേ ഇത് അറിയുള്ളൂ ഇങ്ങനെ പ്ലാൻ എന്നുള്ളത്. എൻ്റെ വീട്ടിൽ വരാൻ ഞാൻ പറഞ്ഞത്, ഇത്രയും ദൂരം യാത്ര ചെയ്യാനുള്ളതല്ല, രാവിലെ ആകുമ്പോഴത്തേനും എനിക്ക് ക്ഷീണമാവും. അതുകൊണ്ട് ഞങ്ങൾ രാവിലെ പുറപ്പെട്ട് രാത്രി അവിടെ എത്തി ഒരു റൂം എടുത്തിട്ട് അവിടെ താമസിക്കാം, അതുകൊണ്ട് ക്ഷീണവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ വീട്ടിൽ ഞാൻ പറഞ്ഞത്. അപ്പോൾ അവിടെ പ്രോഗ്രാംസ് നടക്കുക, അവിടെ 2-3 ദിവസമായിട്ടുള്ള പ്രോഗ്രാംസാണ്. അപ്പോൾ പ്രോഗ്രാമിൻ്റെ ഇടയിലും അവൾ ടൈം കിട്ടുമ്പോൾ എനിക്ക് വിളിക്കും, അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുമ്പോഴൊക്കെ
ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വീട്ടിലാണ്, അത് ഇവിടെ എല്ലാവരും പോകാനുള്ളതൊക്കെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കുകയാണ് ഒക്കെ. ഞാൻ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്തൊരു ഐഡിയ, ഞാൻ ആദ്യം വീട്ടിലിരിക്കണതിൻ്റെ ഒരു സെൽഫി എടുത്തു, വീട്ടിലിരിക്കണതിൻ്റെ ഒരു വീഡിയോ എടുത്തു, പിന്നെ അങ്ങനെ കുറച്ച് ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചു. കാരണം ഇൻ കേസ് ഇവളെന്തെങ്കിലും ചോദിക്കുകയെന്നുണ്ടെങ്കിൽ ഞാൻ വീട്ടിലാന്ന് പറഞ്ഞിട്ട് അയച്ചു കൊടുക്കാമല്ലോ, അതിനും വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങളൊരു 11:30 മണിയാകുമ്പോൾ ഞാനും ഷമീമും നസീഫും കൂടി യാത്ര തിരിച്ചു. ചങ്ങരംകുളത്തി അവർക്ക് ഡ്രസ്സ് എടുക്കണം എന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ ഡ്രസ്സ് എടുക്കാൻ ഒരാളെ കൂടെ പോണത് ഇത്ര ദേഷ്യം വേറൊന്നുമില്ല. കാരണം ഞാൻ എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോവും, കണ്ടോ ഓക്കെ എടുത്തു വരാം, ഞാനത്തൊരു ടൈപ്പാണ്. ഇവന്മാർ ഇത് ഇട്ട് നോക്കിയിട്ട് സ്റ്റുഡിയോയിലാണ് കയറിയത്, ഇട്ട് നോക്കി അപ്പം ഞാനിങ്ങനെ പറഞ്ഞു എടാ വേഗം വാടാ, അവിടെ ടൈമിന് എത്തൂല. കാരണം എൻ്റെ ഒരു പ്ലാനിങ് ചെയ്യുന്നത് പറഞ്ഞാൽ 11:30-12 മണിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഒരു 6 മണി 7 മണി ആ ഒരു പീക്ക് ടൈമല്ലേ കല്യാണത്തിൻ്റെ പ്രോഗ്രാം നടക്കുന്ന, ഒരു 7 മണി 8 മണി ആ ടൈമിൽ നമുക്ക് കയറി ചെല്ലാലോ എന്നുള്ള രീതിയിലാണ് ഞാൻ. പക്ഷെ അതിൽ നിന്നൊക്കെ ഒരു കാര്യം മനസ്സിലായി, നമ്മൾ ഇവിടേക്ക് പോകണമെങ്കിൽ കുറച്ച് നേരത്തെ ഇറങ്ങണം. എന്താണ് രണ്ടാക്കും പണി? അങ്ങനെ ഇവന്മാരെ ഡ്രസ്സ് എടുക്കലൊക്കെ കഴിഞ്ഞു. അപ്പോഴേക്കും 1 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ യാത്ര തിരിച്ചു. ഇങ്ങനെ പോയി ഒരു 2:30-3 മണിയാവുമ്പോൾ പെരുമ്പാവൂരെത്തി. അപ്പോൾ പെരുമ്പാവൂരൊരു മന്തി ഷോപ്പിൽ ഞങ്ങൾ കാറ് പാർക്ക് ചെയ്തു, കഴിക്കാൻ കയറി. മന്തിയാണ് കിട്ടാൻ ഭയങ്കര ലേറ്റ് ആവും. അത് ഞാൻ അപ്പോഴും ഇങ്ങനെ ധൃതി കാണിക്കുന്നുണ്ട്. കാരണം എൻ്റെ പ്ലാനിങ്ങിൽ ഞാനിപ്പോഴേ ഇമാജിൻ ചെയ്ത് വെച്ചേക്കാം ഇങ്ങനെ കയറണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ. അപ്പോൾ അതിങ്ങനെ ആ ടൈം ഇങ്ങനെ ഓരോന്നിങ്ങനെ കഴിയുമ്പോൾ അത് നമ്മളവിടെ എസ്റ്റിമേറ്റ് ചെയ്ത ടൈമിനേക്കാളും താളം തെറ്റി. നമുക്ക് ഇതിൻ്റെ ഇടയിലുള്ള ഡ്രസ്സ് എടുക്കലും ഫുഡ് കഴിക്കാൻ കയറലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മന്തിയാണല്ലോ, അൺലിമിറ്റഡ് അല്ലേ, ഇവരിങ്ങനെ ഇട്ട് വേണം മതിയടാ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് എവിടെന്നെങ്കിലും വാങ്ങിച്ചു തരണ്ട് മതി എന്ന് പറയുന്നുണ്ട്. എനിക്ക് ഭയങ്കര ധൃതിയായിരുന്നു. ഇങ്ങനെ ഫുഡ് കഴിച്ച് ഇറങ്ങി കാറിൽ കയറി പോവാന്ന് പറഞ്ഞു വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കുമ്പോൾ വണ്ടി സ്റ്റാർട്ടാവണില്ല. ഈ വണ്ടിയിലേക്കാണെങ്കിൽ കീ ഇല്ല, മറ്റേ ബട്ടണാണ്, പുതിയ വണ്ടിയാണ്, ഹ്യുണ്ടായിൻ്റെ വെന്യൂ എന്ന് പറഞ്ഞ വണ്ടിയാണ്. എങ്ങനെ നോക്കിയിട്ടും സ്റ്റാർട്ടാവണല്ലേ വണ്ടി, അയ്യോ കുടുങ്ങി. അപ്പോൾ അവൻ പറഞ്ഞു കുറച്ച് നേരം വെയിലത്ത് നിന്നതല്ലേ, നമുക്ക് കുറച്ച് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, 5 മിനിറ്റ് കഴിഞ്ഞു, വീണ്ടും ട്രൈ ചെയ്ത് നോക്കി, സാധനം വരുന്നല്ലേ. സർപ്രൈസ് കൊടുക്കാൻ പോയി വണ്ടി ബ്രേക്ക് ഡൗൺ ആയിട്ട് ആളാണ് ഡ്രൈവർ. എനിക്കാണെങ്കിൽ ടെൻഷൻ ഇങ്ങനെ അടിച്ചു തുടങ്ങി. 15 മിനിറ്റ് കഴിഞ്ഞു, അരമണിക്കൂർ കഴിഞ്ഞു, 1 മണിക്കൂർ കഴിഞ്ഞു, വണ്ടി സ്റ്റാർട്ടാവണില്ല. എന്ത് ചെയ്തിട്ട് സ്റ്റാർട്ടാവണില്ല. എന്റെ സർപ്രൈസ് കാരണമാണ് ഇപ്പൊ കിടക്കണൊക്കെ വണ്ടി ഓണാവണില്ല. അത് ചാടി കളിച്ചിട്ട് എന്റെ മന്തി തീറ്റ കണ്ടപ്പോഴേക്ക് തോന്നി ഇങ്ങനെ തന്നെ ആവുള്ളൂ. ഓളോട് പറഞ്ഞാൽ മതി, ആക്കത്തിലെങ്കിലും പോയി. എനിക്ക് മനസ്സിലായി ഇത് ബാറ്ററി കംപ്ലൈൻ്റ് ആണ്, ബാറ്ററിൻ്റെ കംപ്ലൈൻറ്റ്. പക്ഷെ പുതിയ വണ്ടിയാണ്, എടുത്തിട്ട് 2 മാസമോ എന്തോ ആയിട്ടുള്ളൂ. എന്തോ ഭാഗ്യത്തിന് ഞങ്ങളെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ബാറ്ററിൻ്റെ എക്സൈഡിൻ്റെ ബാറ്ററി ഷോറൂം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങൾ നടന്നു പോയി. അവിടുത്തെ ആളോട് ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്, ഞങ്ങൾക്ക് അങ്ങനെ കല്യാണമുണ്ട്, എൻ്റെ കല്യാണമാണ്, എനിക്ക് പെട്ടെന്ന് പോകണം, അതൊന്നും പെട്ടെന്ന് ശരിയാക്കി തരും, നിങ്ങൾ ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ മറ്റേ സാധനമായിട്ടൊക്കെ വന്നു, അത് തുറന്നു, അയാൾ ചെക്ക് ചെയ്ത് തുടങ്ങി. ബാറ്ററി ഫുള്ളല്ല, ബാറ്ററിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ കൈ തലയിൽ വെച്ച് പോയി. കാരണം ഇനി എന്താ ചെയ്യുക, നമ്മളിപ്പോൾ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ എന്താ പറയണത് അതല്ലേ നമ്മൾ വിശ്വസിക്കുക. അതേപോലെ ആയിരുന്നു ബാറ്ററി കംപ്ലൈൻറ്റ് വന്നപ്പോൾ ബാറ്ററി ഷോറൂമിൽ താളെ വന്ന് ചെക്ക് ചെയ്ത് അയാൾ പറഞ്ഞു ബാറ്ററി കുഴപ്പമൊന്നുമില്ല. ഓക്കെ, സമയം ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോഴത്തന്നെ 4 മണി 4:30 ആയിട്ടുണ്ട്. ഹ്യുണ്ടായിൻ്റെ കസ്റ്റമർ കെയർക്ക് വിളിച്ച് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യുക, അവർ ടെക്നീഷ്യൻ അയക്കുന്നതാണ്, ഫ്രീ സർവീസായിട്ട് അവർ ടെക്നീഷ്യൻ അയക്കുന്നതാണ്. ഹ്യുണ്ടായിൻ്റെ നമ്പർ എടുത്തു, അവർ പറഞ്ഞു ടെക്നീഷ്യൻ അയക്കാമെന്ന് പറഞ്ഞു. ഒരു ട്രാക്കിംഗ് നമ്പറും നമുക്ക് അയച്ചു തന്നു. ഓക്കെ, ടെക്നീഷ്യൻ ഇപ്പോൾ വരും. അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു ലേഡി വിളിച്ചിട്ട് ചോദിച്ചു സാർ ഇപ്പോൾ എവിടെയാണെന്ന് വെച്ചു.
അപ്പോൾ ഞാൻ പെരുമ്പാവൂർ ടൗണിൽ സാറേ ഞങ്ങൾക്ക് ഹെഡ് ഓഫീസിൽ നിന്ന് ഒരു കോഡ് വന്നു, ഇങ്ങനെ ഒരു ഇത് അത് കൺഫേം ചെയ്യാനും വേണ്ടിയിട്ടാണ്. നിങ്ങൾ അവിടെ തന്നെ ഇല്ലേ, പോയിട്ടില്ലല്ലോ എന്നാണ്. ഇല്ല, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. അപ്പം ഞാൻ ചോദിച്ചു എപ്പോഴാണ് നിങ്ങൾ വരിക എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു അരമണിക്കൂർ സാർ. അപ്പം തന്നെ സമയം 5 മണി 5:30 ആയിട്ടുണ്ട്. എങ്ങനെ പോയി കഴിഞ്ഞാലും ഇനി അവിടേക്ക് ഏകദേശം 4-5 മണിക്കൂറോളം യാത്ര ഉണ്ട്. എങ്ങനെ പോയി കഴിഞ്ഞാലും ഇന്ന് എൻ്റെ സർപ്രൈസ് പരിപാടി നടക്കൂല. ഞാൻ ആ ലേഡിനോട് ഓൾറെഡി പറഞ്ഞു എൻ്റെ കല്യാണമാണ്, എനിക്ക് അവിടെ എത്തിയിട്ടില്ലെങ്കിൽ പ്രശ്നമാവും. അപ്പോൾ സോറി സാർ എന്നൊക്കെ പറഞ്ഞു. അപ്പം എനിക്കാണെങ്കിൽ അറിയാലോ ആ ഒരു അവസ്ഥയിൽ നിന്ന് കഴിഞ്ഞാൽ, കാരണം 3 മണി 2:30 മണിക്ക് പെരുമ്പാവൂരെത്തി ഞങ്ങൾ 6 മണിയായിട്ടും പെരുമ്പാവൂരാണ്. 3 മണിക്കൂർ 3.5 മണിക്കൂറായിട്ട് നിർത്തം നിൽക്കുക, ഇവരെ വെയിറ്റ് ചെയ്ത്. കുറേ അങ്ങോട്ട് നടക്കും, കുറേ ഏതെങ്കിലും ഇനി അവരെത്തണമെങ്കിൽ മുമ്പ് ഏതെങ്കിലും വർക്ക്ഷോപ്പ് ഉണ്ടെങ്കിൽ കഴിഞ്ഞാൽ അവരെ വിളിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറേ അങ്ങോട്ട് പോയി, കുറേ ഇങ്ങോട്ട് വന്ന്. അങ്ങനെ ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് ഈ മന്തി ഷോപ്പിലത്തെ മുതലാളിയെ തോന്നുന്നു അങ്ങനെ വന്നിട്ട് എന്താണ് എൻ്റെ കെയർ ഓഫിൽ റെൻ്റേ കാറുണ്ട്, നിങ്ങളത് എടുത്ത് പോയിക്കോ, നിങ്ങളെ പ്ലാൻ നടക്കട്ടെ, വണ്ടി ഇവിടെ കിടന്നോട്ടെ, ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് പുതിയ വണ്ടിയല്ലേ, ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്, അത് അവിടെ ഇട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ട്. കാരണം നാളെ അവളെ കല്യാണത്തിൻ്റെ ഓഡിറ്റോറിയത്തേക്ക് പോകുമ്പോൾ ആ വണ്ടി യൂസ് ചെയ്യുന്ന വിചാരിച്ചിട്ടൊക്കെയാണ് ആ വണ്ടി കൊണ്ടുപോയത്. എൻ്റെ അവിടെ ഇട്ട് പോകാൻ തോന്നിയില്ല. കാരണം ഓക്കെ, നമ്മളെ പ്ലാൻ നടന്നില്ലെങ്കിലും കുഴപ്പമില്ല, വണ്ടി ഒന്ന് ശരിയായാൽ മതി എന്നുള്ള രീതിയിലായിരുന്നു. അങ്ങനെ വെയിറ്റ് ചെയ്ത് കുറേ ചിരിയും കളിയും കാര്യങ്ങളൊക്കെ ആയി. ഇങ്ങനെ ഏകദേശം മുഷിഞ്ഞ്, അതായത് മടുത്ത്, ഇനി വേണ്ട, പ്ലാൻ വേണ്ട എന്നുള്ള രീതിയിൽ ഞങ്ങൾ എത്തി. അങ്ങനെ ലാസ്റ്റ് വെയിറ്റ് ചെയ്തിട്ട് ടെക്നീഷ്യൻ എത്തി. ഒരു ബൈക്കിൽ അങ്ങനെ ടെക്നീഷ്യൻ എത്തിയിട്ട് അവൻ നിന്ന് ചിരിക്കായി. അവനെ കണ്ടു കഴിഞ്ഞാൽ ചീത്ത പറയാനേ തോന്നുള്ളൂ. ഒരു ചെറിയൊരു പയ്യൻ, അവന് വന്ന പാടന്നെ എന്താ ഇക്ക പ്രശ്നം എന്ന് ചോദിച്ചിട്ട് ചിരിച്ച്. എനിക്കാന്നുണ്ടെങ്കിൽ ഒന്നും പറയാൻ മാറി നിന്ന് പെട്ടെന്നൊന്ന് ശരിയാക്കി, അങ്ങനെ കല്യാണം ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അവൻ അതിൻ്റെ ഇത് തുറന്നു, ബോണറ്റ് തുറന്നു. നമ്മൾ പറഞ്ഞു ഇത് ബാറ്ററി ഇല്ലാന്ന് പറഞ്ഞു. അവന് ബാറ്ററി സാധനം കുത്തി ബാറ്ററി ചാർജ് ചെയ്ത് ഏകദേശം ഒരു 50 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റിൻ്റെ ഉള്ളിൽ അവന് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഒരു 2 മിനിറ്റ് വണ്ടി സ്റ്റാർട്ടിൽ കിടന്നോട്ടെ, എന്നിട്ട് നമ്മൾ പോയിക്കോളെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതിന് അപ്പോൾ കംപ്ലൈൻറ്റ് എന്തെങ്കിലും, ബാറ്ററി ഇറങ്ങിയതാണ്, ബാറ്ററി ഒന്ന് ചാർജ് ചെയ്ത് ഓടാവുന്നേ ഉള്ളൂ, അത് നിങ്ങൾക്ക് ഇവിടെ ഒന്നും ചെയ്യായിരുന്നല്ലോ. എനിക്കുണ്ട്. അപ്പോൾ കയറിയത് ഞാൻ അന്ന് പോയൊരു പോക്കുണ്ട്. ഹൈ റേഞ്ച് എത്തി തോന്നിട്ടാ. തണുക്കണൊക്കെ കാറിൽ എ സി ഇട്ടതാണ്, തണുപ്പൊന്നും പുറത്തുനിന്നല്ലേ. അങ്ങനെ പോയി കുറച്ച് കോട്ടയൊക്കെ എത്താൻ നേരത്ത് ക്യാമറാമാൻ വീണ്ടും വിളിച്ചു, നിങ്ങളെവിടെ, എല്ലാവരും പോയി തുടങ്ങിയിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇങ്ങനെ സീനുണ്ടായി, നിങ്ങൾ പോയിക്കോ, പോണവരൊക്കെ പോയിക്കോട്ടെ, നമുക്ക് ജസ്റ്റ് അവരെന്തായാലും നേരത്തെ എടുക്കൂല, നമുക്ക് അവിടുന്ന് കാണാം എന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ ഞാനാണെങ്കിൽ ഡ്രസ്സ് മാറിയിട്ടൊന്നുമില്ല, അന്ന് വീട്ടിൽ നിന്ന് ഇട്ട് പോയ ഡ്രസ്സ് തന്നെയായിരുന്നു എനിക്ക്. അപ്പോൾ ഞങ്ങൾ ആരും ഡ്രസ്സ് മാറിയിട്ടില്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും ഡ്രസ്സ് മാറണമെന്ന് ഫ്രഷ് ആവണമെന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഏകദേശം അവളെ ടൗണിൻ്റെ ഭാഗത്തെത്തിയപ്പോൾ ഏകദേശം 11 മണിയാണ്. അങ്ങനെ ഫ്രഷ് ആവാനൊരു വഴിയില്ല, ഞങ്ങൾ എങ്ങോട്ടാ പോവാ. അതായത് ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്ത റൂം അവിടുന്ന് ഏകദേശം 12-14 കിലോമീറ്റർ ഇനിയും പോകാണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് വീണ്ടും റിട്ടേൺ വരുമ്പോൾ വീണ്ടും ലേറ്റ് ആവും. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, ഒരു 4-5 കുപ്പി ബോട്ടിൽ വെള്ളം വാങ്ങിയിട്ട് അവളെ വീട്ടിലേക്ക് പോണത് ഒരു ഉള്ള ഏരിയയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു പാലത്തിൻ്റെ മേലെ നിർത്തി ഞങ്ങൾ ആ വെള്ളം കൊണ്ട് എന്ത് ചെയ്തു, മുഖവും തലവും കാര്യങ്ങളൊക്കെ കഴിച്ച് ആ പാലത്തിൽ നിന്നിട്ട് തന്നെ, രാത്രി ആരുമില്ല, അധികം വണ്ടികളൊന്നും പോടില്ല, ആ പാലത്തിൽ നിന്നിട്ട് ഞങ്ങളെല്ലാവരും ഡ്രസ്സ് മാറി. അങ്ങനെ ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവളെ കസിൻ ഇങ്ങനെ പോകണം. അപ്പോൾ എന്നോട് ചോദിച്ചു, അജുക്കല്ലേ എന്ന് ചോദിച്ചു. അജുക്ക, നിങ്ങളെന്താ ഇവിടെ? ഞങ്ങളിങ്ങനെ ഒരു സർപ്രൈസ് പ്ലാൻ ചെയ്തു, ചെറുതായിട്ടൊന്ന് ചീറ്റിപ്പോയി. പിന്നെ എനിക്ക് അവളെ വീട്ടിലേക്കുള്ള വഴി കറക്റ്റ് അറിയില്ല, നിക്കാഹിന് വന്നൊരു ഓർമ്മയാണ്, കറക്റ്റ് അറിയില്ല. അപ്പോൾ ലൊക്കേഷൻ ഉണ്ട്, നീ ഞങ്ങളുടെ കൂടെ വരുമോയെന്ന് ചോദിച്ചു. അപ്പോൾ അവനക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയി, കാരണം അവൻ തീരെ പ്രതീക്ഷിച്ചിട്ടില്ല. അങ്ങനെ ഞങ്ങളെല്ലാവരും അവിടുന്ന് ഡ്രസ്സ് മാറി അങ്ങനെ അവള് വീട്ടിലേക്ക് പോയി. എത്തിയടാ ഡ്രസ്സ് ടെൻഷൻ എനിക്ക് അവളെ കാണാൻ പോണെങ്കിൽ അജോ പെണ്ണുങ്ങൾക്ക് എൻട്രൻസ് ചെയ്യാലോ. അവളെ വീട്ടിൻ്റെ കോമ്പൗണ്ടിലേക്ക് വണ്ടി ഇങ്ങനെ കയറുമ്പോൾ എൻ്റെ നെഞ്ഞിങ്ങനെ അടിക്കണ്ടായിരുന്നു. കാരണം
ആരോടും പറഞ്ഞിട്ടില്ലല്ലോ. അവളുപ്പാക്ക് വിളിച്ച് പറഞ്ഞു ഞങ്ങൾ എത്തിയിട്ടാ. അങ്ങനെ ഇങ്ങനെ എടുക്കണ്ടായിരുന്നു, എന്ത് ചെയ്യണം. അപ്പൊ കാറ് വന്ന് നിന്നു. കാരണം ഞാൻ വന്ന് ഇറങ്ങണത് അവള് കാണൂല, കാരണം സ്റ്റേജ് ഉള്ളിലാണ്. പുറത്തിറങ്ങി അപ്പൊ തന്നെ എല്ലാവരും അവിടെ സ്റ്റേജിലിരുന്ന് എല്ലാവരും പുറത്തേക്ക് വന്നിട്ടുണ്ട് കാണാനും വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാവരും വന്നു, കെട്ടിപ്പിടിച്ച് അവളൊപ്പാനെ കെട്ടിപ്പിടിച്ചു. ക്യാമറാമാൻ വന്ന് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ആ സീനിൽ നിങ്ങൾ ഒരാളെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരാൾ മതിലിന്റെ മേലെ കയറിയിരിക്കുന്നത്. ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചിരുന്നു അതാരാ. ഞങ്ങളെല്ലാവരും ശ്രദ്ധിച്ചത് ആ ഒരാളെയാണെന്ന് പറഞ്ഞിട്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താണ് എല്ലാവരും ബഹളം കേട്ടിട്ട് അപ്പുറത്തെ വീട്ടിലത്തെ ഒരു ചേട്ടൻ ഉറങ്ങിനോടത്തുനിന്ന് വന്ന് നോക്കിയതാ. എല്ലാവരും ഇങ്ങോട്ട് വന്നപ്പോൾ എന്നെയും കണ്ടപ്പോൾ ഇവളാകെ പേടിച്ച്, ഇവളിങ്ങനെ ഷോക്കായി നിൽക്കുക. ഞാൻ എന്നിട്ട് സ്റ്റേജിൽ കയറിയിട്ട് അവൾ കെട്ടിപ്പിടിച്ചപ്പോൾ എന്ത് സാധനം നോക്കിയെന്ന് പറഞ്ഞിട്ട് ഇവളെന്നെ നുള്ളി. കാരണം അവൾ തീരെ എക്സ്പെക്ട് ചെയ്യണില്ല. അവളാകെ ഷോക്കിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, വാവ് ഒത്തിയിട്ട് ഇങ്ങനെ നിൽക്കുന്നു കുറേ നേരം. അങ്ങനെ ചിരിയും കളിയും കാര്യങ്ങളായിട്ട് അവളിപ്പോൾ സ്റ്റേജിലേക്ക് കയറി വന്നപ്പോൾ ഞാൻ അവളൊപ്പനോട് ഫസ്റ്റ് ചോദിച്ചെന്താ അറിയാം, ഇവിടുത്തെ അടുക്കള എവിടെയാണ്. കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഒപ്പം തന്നെ പോയി എല്ലാവരും കൂടെ ഒന്നും കൂടി ഇരുന്ന് ഫുഡ് കഴിച്ചു. അവരുടെ കുടുംബക്കാരെയും എല്ലാവരെയും കണ്ട് എല്ലാവരെയും സംസാരിച്ച് ഫോട്ടോക്കെ എടുത്ത് പോവട്ടെ. ടെൻഷൻ എനിക്ക് അതാണ് അന്ന് സത്യത്തിൽ ഉണ്ടായത്. അതായത് ഒരിക്കലും നടക്കൂല എന്ന് പ്രതീക്ഷിച്ചൊരു സംഭവം അതിൻ്റെ അടുത്തെത്തി വീണ്ടും നടക്കൂല എന്ന് വിചാരിച്ച് അങ്ങനെ നടന്നൊരു സംഭവമാണ്. ആ ചിരിയിലുണ്ടല്ല, എൻ്റെ വീഡിയോയിൽ ഞാൻ ഫുൾ ടൈം ചിരിക്കാം. കാരണം എങ്ങനെ ഇവിടെ എത്തിയതെന്നുള്ള, ജീവൻ പോയ പോലെ പോയിരുന്നു, എങ്ങനെ ഇവിടെ എത്തിയതെന്നുള്ള അറിയില്ല. അങ്ങനെ അൽഹംദുലില്ലാഹ് കല്യാണമൊക്കെ ഉഷാറായി കഴിഞ്ഞു. സന്തോഷം, സമാധാനം, സ്വസ്ഥ. ഈ തരുന്ന സപ്പോർട്ടിനും എല്ലാത്തിനും നന്ദി. ഈ കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഷെയർ ചെയ്യാം, വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തോന്നി, അതോട് പറഞ്ഞതാണ്. എല്ലാവരും മുഴുവനായിട്ട് കണ്ടെന്ന് വിശ്വസിക്കുന്നു. പെട്ടെന്നെടുത്ത വീഡിയോ ആണ്, ബോറായിട്ടുണ്ടാവും എന്നറിയാം, ലാഗ് ഉണ്ടെന്ന് അറിയാം. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഫസ്റ്റിനെ വരും. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. അസ്സലാമു അലൈക്കും.